ബിഗ് ബോസ് മലയാളം സീസൺ 7 വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് പതിവ് പോലെ തന്നെ ആദിലയോട് കെഞ്ചാൻ വേണ്ടി പോവുകയാണ്. ആദില പാത്രം കഴുകൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ താൻ പോടോ, താൻ ആരെയും ഇങ്ങനെ കൽപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. അവിടെ അനിമോളൊക്കെ ഇരിക്കുന്നുണ്ട്, ബിന്നിയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അനീഷിനോട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ശരി ആദില കഴുകണ്ട, ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് കഴുകാനായിട്ട് ചെല്ലുന്ന സമയത്ത് ആദില ശരിക്കും കാണിക്കുന്ന പ്രവൃത്തി വളരെ മോശമായിപ്പോയി. അതായത് അവിടെയുള്ള അനീഷിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വലിച്ചിങ്ങനെ എറിയുന്നുണ്ട്. ആ സമയം നൂറയാണെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യില്ല മോളെ, എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പുറകെ ചെന്ന് എടുത്തു വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നൂറയാണെങ്കിലും. എന്താണ് ആദിലയുടെ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓരോ ദിവസം വെറുപ്പിക്കുന്നതിന് ഒരു കണക്കുണ്ട്. എന്താണ് ഈ കുട്ടി ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും എന്നായിരിക്കുമോ ആ കുട്ടിയുടെ ചിന്ത? അതറിയില്ല. എന്നിട്ട് പിന്നെ അനീഷ് പാത്രം കഴുകാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ വന്ന് ആദില വലിയ ഷോ ഇറക്കി ഇങ്ങനെ കഴുകുന്നുണ്ട്. എന്നിട്ടിങ്ങനെ അനീഷ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് പാത്രമൊക്കെ കഴുകി കയ്യിലുള്ള വെള്ളം മൊത്തം ഇങ്ങനെ കുടയെന്നൊക്കെ ഉണ്ട് കേട്ടോ. എത്ര മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇങ്ങനെ ഒരാളുടെ മേത്ത് ഇങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞിട്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കുടയാന്ന് പറയുമ്പോൾ. കൈ കഴുകിയ വെള്ളമാണെങ്കിലും ശരി, എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? അനീഷ് എന്ത് ചെയ്തിട്ടാണ്? അനീഷിൻ്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തത്? ക്യാപ്റ്റനായിട്ട് നല്ല രീതിക്ക് വെസൽ ടീം നല്ല പോലെ ചെയ്യണം, അവിടെ ഒരു തെറ്റും സംഭവിക്കരുത് എന്നുള്ള രീതിക്ക് ഓരോരുത്തർക്കും ഓരോരോ സമയം കൊടുത്തു. അതങ്ങോട്ട് അനുസരിക്കല്ലേ വേണ്ടൂ. എപ്പോഴും ഇങ്ങനെ അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ.